കുടുംബത്തിന് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. ഞങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്നതിന് മാതാവിന് അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് ഉറപ്പിച്ചെനിക്ക് പറയാൻ കഴിയും. പിന്നെ എൻ്റെ മൂത്ത മകൻ ഇവിടെ വന്നിട്ടൊന്നുമില്ല. അവന് ഞാൻ പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ. അപ്പം ഞാൻ പറയും ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥന കൂടി എന്നൊക്കെ പറയുമ്പോഴേക്കും അമ്മേ ഞാൻ മാതാവിനെ കണ്ടിട്ടില്ലെന്ന് പറയും. അപ്പം ഞാൻ പറയും നിൻ്റെ മാതാവ് ഞാനല്ലേ, നീ എന്നെ കണ്ടിട്ടുണ്ടല്ലോ, അപ്പം നിനക്ക് മാതാവിനെ കാണാൻ പറ്റുമോ എന്ന് പറയും. അങ്ങനെ അവൻ്റെ ഭാര്യയ്ക്കും അവിടെ ഒരു വർഷമായിട്ട് അവിടെ ജോലി ചെയ്യാനുള്ളൊരു അനുവാദത്തിന് വേണ്ടി ഒരു പേപ്പർ കൊടുത്തിരിക്കുമായിരുന്നു. എന്നും നോക്കുമ്പോഴും പ്രോസസ്സിങ് എന്നേ ഉള്ളൂ. മെയ് മാസ വണക്കത്തിൽ ഞാൻ ആ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് അവിടെ നിന്നുള്ള അവർക്ക് ഇവിടെ പോയി ജോലി ചെയ്യാനുള്ള അനുവാദം അവിടുത്തെ ഗവൺമെൻറ് അമേരിക്കയിൽ നിന്ന് ഗവൺമെൻറ് അത് കൊടുത്തു. അതിനുശേഷം അവൾ ഇവിടെ നല്ലൊരു ജോലി ഇരിക്കുന്ന പെൺകുട്ടിയായതുകൊണ്ട് ജോലി ഇല്ലാതെ പോയില്ല എന്നുള്ള വാശിയിലിരുന്നു. അപ്പോൾ അവരവിടെ ഇവിടെയും കഴിയുന്ന കൊണ്ട് ഞങ്ങൾ ഒരുപാട് മനപ്രയാസം, മക്കളും ഒന്നും അവർക്കായിട്ടില്ല. ഈ ജോമാല മെയ് മാസ വണക്കത്തിൽ ഞാൻ പറഞ്ഞു മാതാവേ വണക്കമാസം തീരുന്നതിന് മുമ്പ് എൻ്റെ ആ കുഞ്ഞിനൊരു ജോലി കൊടുത്ത് അവൾക്ക് അവിടെ പോകാൻ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു. വണക്കമാസം തീരുന്നതിന് മുമ്പ് ഇവിടെ ഇരുന്നൊരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയും അവൾ ആ ജോലിയിൽ അവർ സെലക്ട് ആകുകയും ചെയ്തു.